ഹലോ നമസ്കാരം. ഇന്ന് രാവിലെ ഞാനിങ്ങനെ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു ന്യൂസ് കാണാനിടയായി. ആ ന്യൂസ് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. നിങ്ങളിപ്പോ നാട്ടുകാരെല്ലാം നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് പൊട്ടി ഏകദേശം ഒരു മൂന്നാമത്തെ ദിവസം നമ്മളെ നാട്ടിലുള്ള ആളുകള് പട്ടിണിയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മളൊരു സുഹൃത്ത് 1 കിലോ പഞ്ചസാര എന്റെ വീട്ടിലേക്ക് കൊണ്ടുതരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് കിറ്റാക്കിയിട്ട് തന്നെ അവിടെ കൊണ്ടു കൊടുത്തു. അപ്പൊ കിറ്റാക്കി അവിടെ കൊണ്ടു കൊടുത്തപ്പോഴാണ് ഭയങ്കര ദുരിതത്തിലാണ് ആ വീടെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ അവരിൽ നിന്ന് കേട്ടറിഞ്ഞു, അവരിൽ ബന്ധപ്പെട്ട കുറെ ആൾക്കാർ ഇതുപോലെയാണെന്ന്. അപ്പൊ ഞാനും ജ്യേഷ്ഠനും അളിയൻ അങ്ങനെ കുറച്ച് പേര് എന്ത് ചെയ്ത് എടുത്ത തീരുമാനമാണ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷണം, അവശ്യ സാധനങ്ങളൊക്കെ സൗജന്യമായിട്ട് കൊടുക്കാന്ന്. ഇപ്പൊ ഒരു കിറ്റ് കിട്ടുകയാണെങ്കിൽ ആ കിറ്റില് അവർക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നാൽ അവർക്ക് ആവശ്യമുള്ള എന്ത് സാധനവും എടുത്തിട്ട് പോവാം. മറ്റേന്ന് പറഞ്ഞാൽ പാമ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ വീടുകളിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം, ഒരു പാക്കറ്റ് പാലാണെങ്കിൽ പാല്, ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ്, എന്ത് സാധനം വേണമെങ്കിലും എടുത്തിട്ട് പോവാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? എന്തൊരു മനസ്സാ, എന്തൊരു നല്ല മനുഷ്യരാ ശരിക്കും നമ്മുടെ ചുറ്റ് താമസിക്കുന്നത്. എത്രയോ നല്ല മനുഷ്യർ നമ്മുടെ ചുറ്റോട് ചുറ്റും ജീവിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പം ശരിക്കും എൻ്റെ മനസ്സിൽ വന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഉൾപ്പെടെ നമ്മൾ പലരും ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ ചെറുകിട വ്യവസായികൾ ഒരുപാട് പേര് ഈ ഒരു കാരണം കൊണ്ട് നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥയും കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ബിസിനസ് ഫ്ലോപ്പായിട്ട് അവർ നിർത്തിപ്പോകേണ്ട ഒരവസ്ഥയും കൂടെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു എമർജൻസി വരുമ്പോൾ, അല്ലെ നമ്മുടെ നാടിന് ഒരു ആവശ്യം വരുമ്പോൾ ശരിക്കും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ചെറുകിട വ്യവസായികൾ, അല്ലെ നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാരാണ്. നമ്മൾ കുറേയെങ്കിലും നമ്മൾ അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി. ഇതല്ല, ഇതിനു മുമ്പ് നമ്മൾ പ്രളയത്തിന്റെ സമയത്തും ആണെങ്കിലും നമ്മൾ ഒരുപാട് പേര് കണ്ടതാണ് നമ്മുടെ പല നമ്മുടെ വ്യവസായികളും അവരെ സഹായിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കാം. പക്ഷെ നമ്മുടെ ഡെയിലി നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറിയൊരു ലാഭത്തിൽ, ചിലപ്പോൾ ഒരു 10-25 പൈസയുടെ വ്യത്യാസത്തിന്റെ പേരിലായിരിക്കും നമ്മൾ അവരുടെ അടുത്തുനിന്ന് നമ്മൾ മേടിക്കുന്നത്. നമുക്കൊരാവശ്യത്തിന്റെ സമയത്ത് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കോർപ്പറേറ്റുകളായിരിക്കും നമ്മളെ സഹായിക്കാൻ നമുക്ക് പെട്ടെന്ന് അക്സസിബിൾ ആയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് ഒരു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ആ ഒരു പ്രദേശത്തുള്ള കുറേ ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ആ ഒരു ഇതിലോട്ട് വരുന്നത് ഒരിക്കലും കോർപ്പറേറ്റുകൾക്ക് സാധിക്കില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചെറുകിട വ്യവസായികളെ, ബിസിനസ്സുകാരെ എല്ലാവരെയും സഹായിക്കാനും അവരുടെ കയ്യിൽ നിന്ന് കൂടെ കുറെ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾ മാത്രം പോരാ, സാധാരണ ആൾക്കാർക്കും ജീവിക്കണം, സാധാരണ ബിസിനസ്സുകാർക്കും ജീവിക്കണം. അപ്പൊ ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്.